ാനും തന്ന അവസരത്തിനായിട്ട് സ്തുതിക്കുന്നു കർത്താവേ. താങ്ക് യു ഫാദർ. കർത്താവെ, ഇന്ന് ഞങ്ങൾ വായിക്കുന്ന വചനം കർത്താവെ, ലെറ്റ് ഇറ്റ് ട്രാൻസ്ഫോം അവർ ലൈഫ്സ് ലോർഡ്. കർത്താവെ, അങ്ങയെ ഒന്നുകൂടെ മനസ്സിലാക്കുവാൻ, അങ്ങയുടെ മഹത്വം മനസ്സിലാക്കുവാൻ, അങ്ങയുടെ നന്മ മനസ്സിലാക്കുവാൻ, അങ്ങ് ആരാന്ന് മനസ്സിലാക്കി അങ്ങേ കർത്താവെ കണ്ടിന്യൂസ് ആയിട്ട് സ്തുതിക്കുവാൻ തക്കണം കർത്താവെ. അങ്ങയുടെ വചനം, ഇന്നത്തെ വചനം കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് തരുന്നത് കർത്താവെ അങ്ങ് പ്രയോജനമാക്കി തീർക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടനായിട്ട് അങ്ങ് സ്തുതിക്കുന്നു യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഓക്കെ, സങ്കീർത്തനം 1-ാം അധ്യായം ആണ് ഇന്ന് ധ്യാനിക്കാനായിട്ട് ദൈവം എന്റെ മനസ്സിൽ തന്നത്. ഈ ആഴ്ച അത് ധ്യാനിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഞാൻ പോയ വഴിക്കൊക്കെ അത് കേട്ടുകൊണ്ടും ഓർത്തുകൊണ്ടും അതിനകത്തെ 6-ാമത്തെ വാക്യം, സങ്കീർത്തനം 1 നമുക്കെല്ലാം കാണാപ്പാടം അറിയാം. 6-ാമത്തെ വാക്യമാണ് എന്നെ ഏറ്റവും അധികം ആകർഷിച്ചത്. വാക്യമായിട്ട് നമുക്ക് പോവാം. ഈ വാക്യം ആദ്യം ഈ സങ്കീർത്തനം ആദ്യം ഒന്ന് വായിക്കാം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ദുഷ്ടന്മാർ അങ്ങനെയല്ല, അവർ കാറ്റ് പാറ്റുന്ന പതിർ പോലെ അത്രയും. ആകയാൽ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിലും നിവർന്നു നിൽക്കയില്ല. യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകുന്നു. ഏറ്റവും എന്നെ സന്തോഷിപ്പിച്ച വചനം യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു എന്നുള്ളതാണ്. അതിലോട്ട് നമുക്ക് അവസാനം വരാം. ആദ്യത്തെ ചില നമുക്കിത് നമ്മളിത് പറഞ്ഞ് ചെറുപ്പം തൊട്ടേ പറഞ്ഞു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, എനിക്ക് 6 വയസ്സായി ഞാൻ വായിക്കാൻ ആദ്യം പഠിപ്പിച്ചപ്പോ എന്റെ ഫാദർ എന്നെ കാണാതെ പഠിപ്പിച്ച ഒരു സങ്കീർത്തനം, ആദ്യത്തെ സങ്കീർത്തനം 1-ാം സങ്കീർത്തനമായിരുന്നു. 23 അല്ല ആക്ച്വലി. ഞാൻ അതുകൊണ്ട് എനിക്ക് ചെറുപ്പം തൊട്ടേ ഇത് കാണാതെ അറിയാം. ഇംഗ്ലീഷിലും മലയാളത്തിലും കാണാതെ എനിക്ക് അറിയുന്ന ഒരു സങ്കീർത്തനമായിരുന്നു. ഇതിനകത്ത് 1-2 വാക്യശകലങ്ങൾ എന്നെ ആകർഷിച്ചു. എന്നോട് ദൈവം സംസാരിച്ചു. അതൊന്ന് പറയാം. ആദ്യത്തെ കാര്യം ഭാഗ്യവാൻ എന്നുള്ള വാക്കാണ്. ഇന്നിന്ന കാര്യങ്ങൾ ചെയ്യാതെയും ചെയ്യുകയിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഭാഗ്യവും നമ്മൾ എന്തോ പറയുന്നത്, ഒരു ഇംഗ്ലീഷിലെ ഭാഗ്യവാൻ എന്നുള്ളത് ബ്ലെസ്സഡ് എന്നായിരിക്കുന്നത്. അല്ലെങ്കിൽ ബ്ലെസ്സഡ് എന്നുള്ളതിന്റെ അർത്ഥം എന്തുവാ? ഭാഗ്യവാൻ അല്ലെങ്കിൽ ബ്ലെസ്സഡ് എന്നുള്ളതിന്റെ അർത്ഥം ഒരു സ്റ്റേറ്റ് ഓഫ് സുപ്രീം ഹാപ്പിനെസ്, അതായത് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റാത്ത സന്തോഷം. എല്ലാ സമയത്തും സന്തോഷമായിട്ടുള്ളിരിക്കുന്ന മനുഷ്യനെ നമ്മൾ പറയല്ലേ ഭാഗ്യവാൻ. അയാളുടെ ജീവിതത്തിൽ എന്തൊരു സന്തോഷം, അവരുടെ ജീവിതത്തിൽ എന്തൊരു സന്തോഷമാണ്. സുപ്രീം ഹാപ്പി, കണ്ടന്റഡ്, സംതൃപ്തിയ, ഒരിക്കലും കംപ്ലൈന്റ്സ് ഇല്ല, ഒരിക്കലും പരാതിയില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ ഇരിക്കുന്നതിനാണ് ആക്ച്വലി ഭാഗ്യം എന്ന് പറയുന്നത്. നമ്മൾ പല ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഭാഗ്യം പറയുന്നുണ്ട്. നല്ല രീതിയിൽ കല്യാണം നടന്നു, അല്ലെങ്കിൽ നല്ലൊരു ജോലി കിട്ടി, അല്ലെങ്കിൽ ഒരു ലോട്ടറി അടിച്ചു. പക്ഷെ അതൊക്കെ താൽക്കാലികമാണ്. ജോലി ചിലപ്പം പോവാം, ഒരു ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ ആ പൈസ ഉപയോഗിച്ച് തീരാം, എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം. പക്ഷെ ഇവിടുത്തെ ഭാഗ്യം എന്ന് പറയുന്നത് എങ്ങനത്തെ ഭാഗ്യമാണ് നമുക്കറിയാം. അതിനകത്ത് അപ്പൊ ആ ഭാഗ്യ അവസ്ഥയിലാണോ നമ്മള്? അതായത് എല്ലാ സമയത്തും സന്തോഷമാണോ? എല്ലാ സമയത്തും സന്തോഷമാണോ? അങ്ങനെ ഒരു സന്തോഷ അവസ്ഥ ആണ് ദൈവം നമ്മളെ ഇൻവൈറ്റ് ചെയ്യുക. 1-ാം സങ്കീർത്തനം തുടങ്ങുന്നത് അങ്ങനെയാ, ഇങ്ങനൊരു ഭാഗ്യവാൻ നിങ്ങളായിത്തീരാ. അതിനെന്താ ചെയ്യണ്ടേ? നമുക്ക് എല്ലാ വാക്യങ്ങളും അറിയാം. ഞാനത് മുഴുവനായിട്ട് എപ്പോഴും നമ്മൾ വലിയൊരു ബൈബിൾ സ്റ്റഡിയിലോട്ടല്ല പോകുന്നത്. 1-2 വാക്യങ്ങൾ. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും, അതായത് അൺഗോഡ്ലി ആയിട്ടുള്ള കൗൺസിൽ, ദൈവഹിതമല്ലാത്ത കൗൺസിൽ കേൾക്കാതിരിക്കുക. നമ്മൾ ഉടനെ പറയുമോ ഞാൻ എന്തായാലും ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കത്തില്ല. ഇതിനെപ്പറ്റി ചിന്തിച്ചപ്പോഴാ, അതായത് ഇങ്ങനെ ഒരു ചിന്ത ഞാൻ കേട്ടത്. അതായത് നമ്മൾ തന്നെ നമുക്ക് ദുഷ്ടമായിട്ടുള്ള ആലോചന പറഞ്ഞു തരാം. അതെപ്പോഴാണ് അങ്ങനെ വരുന്നതെന്ന് ആക്ച്വലി എൻഡ്യൂറിങ് വേർഡ് എഴുതിയ ഡേവിഡ് കുസിക് ഇങ്ങനെ പറയുമായിരുന്നു. നമ്മുടെ മനസ്സിൽ നിന്ന് തന്നെ, അതായത് ദൈവഹിതമല്ലാത്ത ആലോചന. അതിനകത്ത് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് നമുക്ക് ഫിയർ അല്ലെങ്കിൽ ആങ്സൈറ്റി വരുമ്പോൾ, ഭാവിയെ പറ്റി നമുക്കൊരു വ്യാകുലം വരുമ്പോൾ, അല്ലെങ്കിൽ നമുക്കൊരു പേടി വരുമ്പോൾ, പേടിച്ച് നമ്മൾ ഇരിക്കും, അയ്യോ എന്താവും.
അത് ആക്ച്വലി ഒരു ദുഷ്ടന്മാരുടെ ആലോചന, അല്ലെങ്കിൽ അൺഗോഡ്ലി ആയിട്ടുള്ള കൗൺസിലാണ്. സോ നമ്മൾ വി ഹാവ് ടു ബി കെയർഫുൾ ദാറ്റ് ഫ്രം അവർ ഓൺ സെൽഫ് അൺഗോഡ്ലി കൗൺസിൽ വരരുത്, ദുഷ്ടമായിട്ടുള്ള ചിന്തകൾ വരരുത്. എനിക്ക് എന്തെങ്കിലും പറ്റി നമ്മൾ പറയുന്നത് സ്ട്രെസ്ഡാ, എനിക്ക് അതിനെപ്പറ്റി പേടിയാ എന്ന് പറഞ്ഞാല് അതൊരു ദുഷ്ട ചിന്തയാ, അല്ലെങ്കിൽ ഒരു ദൈവത്തിൽ നിന്നല്ലാത്ത എല്ലാം ദുഷ്ടനിൽ നിന്നാ. ഏതാ ദുഷ്ടൻ എന്ന് അറിയാമല്ലോ, സാത്താനാ. അപ്പൊ സാത്താന്റെ ആയിട്ടുള്ള ചിന്തയാണ് നമ്മളെ പറ്റിയോ ഇന്നത്തേക്ക് വേണ്ടി. പലപ്പോഴും ഞാൻ പറയാറുണ്ട് കുഞ്ഞുങ്ങളോട്, പഠിക്കുന്ന കുഞ്ഞുങ്ങളോട്, പക്ഷെ ഒത്തിരി പഠിക്കാനുണ്ട് എന്ന് പറയും ഞാൻ തോക്കത്തേ ഉള്ളൂ എന്ന് പറയുന്നത് ഒരു ദുഷ്ട ചിന്തയാണ്. ദൈവം ആഗ്രഹിക്കാത്ത ചിന്തയാ. ഇല്ല, ഞാൻ ഓർക്കുമായിരുന്നു, നമ്മുടെ വചനം വായിക്കുമ്പോൾ തന്നെ പഠിത്തത്തിന്റെ കാര്യത്തിൽ തന്നെ ഡാനിയലിന്റെ പുസ്തകത്തിൽ ഡാനിയൽ ഒത്തിരി പഠിക്കാനുണ്ടായിരുന്നു അല്ലെ, 3 വർഷം. അവിടെ ഡാനിയല് ദൈവത്തിന് വേണ്ടി നിന്നു. ദൈവം അവനെ എല്ലാരെക്കാട്ടിലും 10 ഇരട്ടി ബെറ്റർ ആക്കിയെന്ന് അവനെയും ഫ്രണ്ട്സിനെ നമ്മൾ കാണുന്നത്. അപ്പൊ നമ്മുടെ ഉള്ളില് ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത വ്യാകുല ചിന്തകളെ കൊണ്ട് സാത്താൻ നിറയ്ക്കും. ഇതാണ് സാത്താന്റെ പണി. സാത്താൻ നമ്മുടെ ആത്മാവിനെ കിട്ടത്തില്ല, പക്ഷെ നമ്മുടെ മനസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് നോക്കും. അതുകൊണ്ട് നമ്മൾ എത്ര കെയർഫുൾ ആയിരിക്കണം. നമ്മുടെ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കുന്നത്. ഞാൻ ഇന്നലെ വൈകിട്ട് ഞങ്ങളുടെ വീട്ടിലൊരു മകനുണ്ടായിരുന്നു, അവന് ദിവസത്തേക്ക് വന്നതായിരുന്നു. അവനോട് ഞാൻ പറയുമായിരുന്നു, അവനെ ഞങ്ങൾ ഇരുന്ന് കുടുംബ പ്രാർത്ഥനയ്ക്ക് 139 സംഘത്തിനും വായിച്ചു. അപ്പൊ ഞാൻ പറയുമായിരുന്നു അവനോട്, നമ്മൾ അതിനൊരു എഫേർട്ട് എടുത്തു. ഒരുമിച്ച് എല്ലാവരും കുറച്ച് വിസിറ്റേഴ്സ് ഉണ്ടായിരുന്നു. ഞാൻ ഓർക്കുമായിരുന്നു, ദൈവം നമ്മുടെ ചെറിയ ആഗ്രഹങ്ങളെ മാനിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിലെ കുറച്ച് ബന്ധുക്കളൊക്കെ വരും. എന്റെ ആഗ്രഹമായിരുന്നു, കർത്താവ് ഇത്രയും പേരുണ്ടല്ലോ, ഒരുമിച്ചിരുന്ന് ഞങ്ങൾക്കൊന്ന് വചനം വായിക്കണം. അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹം ദൈവസന്നിധിയിൽ വെച്ചപ്പോൾ ദൈവം അത് തന്നു. അപ്പൊ ഞങ്ങൾ 139 സംഘത്തിനും വായിച്ചു. അപ്പൊ ഈ പ്രിയ മകനും കൂടെ ഉണ്ടായിരുന്നു. ഞാൻ അവനോട് പറഞ്ഞു, മോനെ, നമ്മൾ ആ എഫേർട്ട് എടുത്ത് ഒരുമിച്ച് വചനം വായിച്ചപ്പോൾ അത് നമുക്ക് എത്ര അനുഗ്രഹമായി തീർന്നു. ആ ചിന്തയാണ്. അപ്പൊ ഞാൻ അവനോട് പറയുമായിരുന്നു, അവന് നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക, ഈ ദിവസങ്ങളിൽ കൂടുതൽ സമയം നീ വചനം വായിക്കാൻ എടുക്കുക എന്ന് പറഞ്ഞതിന്റെ കൂടെ നമ്മുടെ ഈ ദുഷ്ടന്മാരുടെ ആലോചന നമ്മളുടെ അല്ലെങ്കിൽ ദുഷ്ടന്റെ, ഞാൻ പറയട്ടെ, സാത്താന്റെ ആലോചന, ഭയം, പേടി, വ്യാകുലം, സ്ട്രെസ്, ടെൻഷൻ, ഇതൊക്കെ മാറ്റണമെങ്കിൽ എന്താ വേണ്ടി? ദൈവവചനം കൊണ്ട് നമ്മൾ നിറയ്ക്കണം. ഞാനിങ്ങനെ വായിക്കുമായിരുന്നു. സാധാരണ മനുഷ്യരെ അടുത്തൊരു വാക്കിലോട്ട് വരുന്നുണ്ട്, എന്നാൽ ഞാൻ പറയാം. എന്നാൽ ഇപ്പൊ ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. അതായത് നമ്മള് ഒരു യോഗ ചെയ്യുക, അല്ലെങ്കിൽ സാധാരണ നമ്മുടെ ദേശത്ത് ഭാരതത്തിലുള്ള മെഡിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞാല് നമ്മുടെ മനസ്സിനെ ഒഴിക്കുക എന്നുള്ള, എംപ്റ്റി യുവർ മൈൻഡ് എന്ന ആൾക്കാർ പറയുന്നത്. അതായത് എംപ്റ്റി ചെയ്താല് അത് നമുക്ക് പീസ് ആവും, അല്ലെങ്കിൽ നമ്മൾ സന്തോഷമാവുന്ന അല്ല. ദൈവവചനം പറയുന്നത് എങ്ങനെയാണെന്നറിയാമോ? എംപ്റ്റി നമ്മുടെ മനസ്സ് എംപ്റ്റി ചെയ്യുന്നതിന് പകരം നമ്മുടെ മനസ്സ് നിറയ്ക്കുക. എന്തുകൊണ്ടാ? ദൈവവചനം കൊണ്ട്. ദൈവവചനം കൊണ്ട് നമ്മുടെ മനസ്സ് നിറയ്ക്കുമ്പോൾ നമുക്ക് നമ്മുടെ ആ വചനം തന്നെ നമ്മളെ നടത്തും. നമ്മളെ ദൈവം അതിന് സഹായിക്കട്ടെ. അടുത്ത ഒരു വാക്ക്, ഭാഗ്യവാൻ എന്നുള്ള വാക്ക് ഞാൻ പറഞ്ഞു. രണ്ടാമത് ദുഷ്ടന്റെ ആലോചന നമ്മൾ തന്നെ നമ്മുടെ ഉള്ളിലോട്ട് കൊണ്ടുവരാം. അത് നമ്മൾ അതിന്റെ എതിരാണ് ദൈവവചനം. അങ്ങനെ നടക്കാതിരിക്കാനായിട്ട് ദൈവവചനം നിറയ്ക്കുക എന്ന് പറഞ്ഞു. അടുത്ത ഒരു വാക്യശകലം, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും. പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഞാൻ ഓർക്കുമായിരുന്നു, നമ്മൾ പറയും, ഇല്ലില്ല, ഞാൻ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല, പാപികളുടെ വഴിയിലൊന്നും നിൽക്കത്തില്ല, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കത്തില്ല. പക്ഷെ ഞാൻ ഓർക്കുമായിരുന്നു, എത്ര പ്രാവശ്യമാണ് നമ്മൾ മറ്റുള്ള സഹോദരന്മാരെ പരിഹസിക്കുന്നത്, ക്രിട്ടിസൈസ് ചെയ്യുന്നത്. നമ്മുടെ സ്വന്തം വീട്ടിലുള്ളവരെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യും. നീ അങ്ങനെ ചെയ്യുക, ഇങ്ങനെ ചെയ്യുക പറഞ്ഞ് കളിയാക്കി സർക്കാസ്റ്റിക് ആയിട്ട് നമ്മൾ സംസാരിക്കും. കർത്താവ് അത് ഇഷ്ടപ്പെടുന്നില്ല, പരിഹാസം ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള വചനത്തിൽ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് നമ്മളോട് മനസ്സിലാക്കുന്നു. നമ്മളെ സഹായിക്കട്ടെ ആ രീതിയിൽ മറ്റുള്ളവരെ ക്രിട്ടിസൈസ് ചെയ്യാതെ അവര് ആക്ച്വലി നമുക്ക് ഇങ്ങനത്തെ ഒരു സ്വഭാവം അങ്ങ് മാറ്റാം. മറ്റുള്ള സഹോദരന്മാരെ പറ്റി നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാതിരിക്കാനായിട്ട് ദൈവം എന്നെ എപ്പോഴും അത് വാൺ ചെയ്യുന്ന കാര്യമാണ്. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഞാൻ എപ്പോഴും ഓർക്കും, കർത്താവ് പത്രോസിനെ എത്ര പ്രാവശ്യം പറഞ്ഞാലും എനിക്ക് മതിയാകത്തില്ല. പത്രോസ് തെറ്റിപ്പോയപ്പോൾ എന്തെല്ലാം പത്രോസിനെ കുത്തി പറയായിരുന്നു, സർക്കാസ്റ്റിക് ആയിട്ട് പറയായിരുന്നു. കർത്താവ് അത് ചെയ്തില്ല. നീ ഇങ്ങനെയാണല്ലോ, നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം ഒന്നും പറഞ്ഞില്ല. കർത്താവിന് ഭക്ഷണം കൊടുത്തു, അവന് അപ്പം കൊടുത്തു, കർത്താവ് ഉണ്ടാക്കിയ അപ്പവും മീനും കൊടുത്തു, എന്നിട്ട് അവനെ ശുശ്രൂഷയിലേക്ക് ആക്കുക ചെയ്തത്. കർത്താവ് ഏറ്റവും വെറുക്കുന്ന കാര്യമാണ് പരിഹാസം. നമുക്കൊന്ന് ആലോചിക്കാം, നമ്മൾ എങ്ങനെയാ ഈ പരിഹാസത്തിൽ നമ്മൾ ഏർപ്പെടുന്നത്. ദൈവം അതിന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യട്ടെ എന്ന് ഞാൻ ചിന്തിക്കുമായിരുന്നു. ഇനി നമ്മൾ വേറൊരു വാക്യം, 2-ാം വാക്യത്തിന്റെ
യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച്, ആക്ച്വലി സന്തോഷം എന്നുള്ളതിനെ ഇംഗ്ലീഷിൽ മെഡിറ്റേറ്റ് എന്ന്, അത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, മെഡിറ്റേറ്റ് ചെയ്യാം. അപ്പൊ എന്തില്ല നമ്മൾ സന്തോഷിക്കുന്നത്? നമുക്ക് അല്ലെങ്കിൽ എങ്ങനെയാ മനസ്സിലാവുന്നത് ദൈവവചനം നമുക്ക് സന്തോഷമാണ്? അല്ലെങ്കിൽ നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ എന്താ? നമുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള, ഇപ്പൊ രാവിലെ എഴുന്നേൽക്കുന്നുണ്ടേ എല്ലാവരും കൂടെ പുറത്ത് പോകാന്ന് വിചാരിച്ചു, നമ്മൾ അതിനെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതാണ് നമ്മുടെ ദാറ്റ് ഈസ് അവർ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്, അല്ലെ? ദൈവവചനം ആക്ച്വലി ഞാൻ എന്റെ കുറവിന്റെ മുമ്പിൽ വെച്ച് മുമ്പിൽ നിർത്തിക്കൊണ്ട് ഞാൻ പറയുക, ദൈവവചനം വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇന്നലെ ആലോചിക്കുക, ഞങ്ങൾ കുറച്ചു പേര് കുടുംബത്തിലുള്ളവര് കൂടിയിരുന്ന് 139 സങ്കീർത്തനം വായിച്ചു. ഞാൻ ചിന്തിക്കുക, എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമായിട്ടുള്ള ഒരു കാര്യം, ഒരു ദിവസമായിരുന്നു, ഒരു സമയമായിരുന്നു ഇന്നലത്തെ. ആ ദൈവവചനം, എന്തൊരു വാക്യമുണ്ട്, യുവർ തോട്ട്സ് ടുവേർഡ്സ് മീ ആർ സോ പ്രഷ്യസ്. ഞാൻ പറയട്ടെ, ഗോഡ്സ് വേർഡിനെ നമ്മുടെ ഡിലൈറ്റ് ആക്കി തീർക്കുക, നമ്മുടെ ഏറ്റവും വലിയ സന്തോഷമാക്കി തീർക്കുന്നുണ്ടേ, നമുക്ക് എത്ര ഭാഗ്യമാണ് നമ്മുടെ ജീവിതത്തിൽ ആക്ച്വലി വരാൻ പോകുന്നതെന്ന് അറിയാമോ? ദൈവത്തിന്റെ വചനം നമ്മുടെ ഡിലൈറ്റ് ആക്കി തീർക്കും. സോ ദിസ് ഗോഡ്സ് വേർഡ് മേക്ക് മീ ഹാപ്പി. നമ്മള് ദൈവവചനം ഏതെങ്കിലും ഒരു കാര്യം നമ്മുടെ സന്തോഷമാണെങ്കിൽ ആരെങ്കിലും നമ്മളെ ബെഗ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ചെയ്യണം, അയ്യോ നീ വചനം വായിച്ചോ, നീ ഇന്ന് വായിക്കുന്നുണ്ടോ എന്ന് ആരെങ്കിലും ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ തന്നെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, അയ്യോ ഞാൻ വായിച്ചില്ലല്ലോ. അങ്ങനെ ചിന്തിക്കേണ്ട പോലെ നമ്മൾ അറിയാതെ ഓടിപ്പോയി ആദ്യം ചെയ്യുന്ന കാര്യം ദൈവവചനം വായിക്കുമായിരിക്കും, അല്ലെങ്കിൽ ദൈവിക ആത്മീയ കാര്യങ്ങൾ സംസാരിക്കുമായിരിക്കും. 2-3 പേര് കൂടുന്നുണ്ടേ, നമ്മൾ തന്നെ കൂടുന്നുണ്ടേ, നമ്മുടെ വായിൽ നിന്ന് എന്തോ ഏറ്റവും ആദ്യം വരുന്നത്? ദൈവവചനമാണോ? ലൗകിക കാര്യങ്ങളാണോ? എന്തെങ്കിലും ഫ്രൂട്ട്ഫുൾ അല്ലാത്ത കാര്യങ്ങളാണോ? നമ്മുടെ ഡിലൈറ്റ്, ലെറ്റ് ഇറ്റ് ബി അവർ ഡിലൈറ്റ് that we talk about godly things, God's words. മറ്റുള്ളവർക്ക് പ്രയോജനം വരുന്നതും ഗ്രേസ് ഉള്ള കാര്യങ്ങള്, അതായത് കൃപയോട് കൂടിയ വാക്യങ്ങൾ സംസാരിക്കാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇനി 1-2 വാക്കുകളിലൂടെ വായിക്കാം. 3-ാമത്തെ വാക്യത്തില് ദൈവത്തിന്റെ ഇങ്ങനത്തെ ഒരു മനുഷ്യനെ ഒരു വൃക്ഷം, ഇല വാടാത്ത വൃക്ഷം പോലെയായിരിക്കുന്നെന്നാ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. അവർ ആശ്ചര്യത്ത് നട്ടിരിക്കുന്നതും, എല്ലാം അറിയാവുന്നതുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്ന ഒക്കെയും സാധിക്കും. ദുഷ്ടന്മാർ അങ്ങനെയല്ല, അവർ കാറ്റ് പാറ്റുന്ന പതിർ പോലെ അത്രേ. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യനെയും ദൈവവചനത്തിൽ അനുസരിച്ച് നടക്കാത്ത ഒരു മനുഷ്യനെയും എങ്ങനെയാ ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാമോ? അങ്ങനെ പറഞ്ഞിരിക്കുന്നത് പതിറിനെയും വൃക്ഷത്തെയും വെച്ച് കമ്പയർ ചെയ്യും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഞാൻ ദൈവവചന പ്രകാരം ജീവിക്കുമ്പോൾ ഞാനൊരു വൃക്ഷമാ. ദൈവത്തിൽ ആശ്രയിക്കാതെ ദുഷ്ടചിന്തയിൽ ജീവിക്കുമ്പം ഞാനൊരു പതിരെന്ന് പറഞ്ഞാൽ എന്തുവാ? ഒരു കാറ്റ് ഇങ്ങോട്ട് അടിച്ചാൽ മതി, അത് പറന്നങ്ങ് പോകും, അല്ലെ? ഒരു ചെറിയൊരു പതിരുണ്ടെങ്കിൽ അത് പറന്നങ്ങ് പോകും. ഒരു വൃക്ഷമോ, ആറ്റരയിൽ നട്ടിരിക്കുന്ന വൃക്ഷമോ, അത് രണ്ടുകൂടെ കമ്പാരിസൺ ഉണ്ടോ? ദൈവം നമ്മളെ അങ്ങനെ ആക്കിയിരിക്കുന്നത്, അതായത് ഈ പറഞ്ഞ രീതിയിൽ, 1-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞ രീതിയിൽ നമ്മൾ നടക്കുമ്പോൾ നമ്മൾ ആ വൃക്ഷം പോലെ അതാക്കാനാ ദൈവം നമ്മളെ സഹായിക്കുന്നത്. നമ്മൾ ഒന്നും ചിന്തിക്കേണ്ട, നമ്മൾ ആ വൃക്ഷമാവും. മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ഞാൻ പണ്ട് വിചാരിച്ചിരുന്നത് എന്ത് ചെയ്താലും സാധിക്കും എന്നുള്ള, അങ്ങനെ ലിറ്ററൽ സെൻസില. പക്ഷെ ഞാൻ മകൻ ദേവദാസൻ പറഞ്ഞിരിക്കുന്ന വായിച്ചപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കുമായിരുന്നു. അതിന്റെ അർത്ഥം നമുക്ക് മാജിക് നമ്മുടെ കയ്യിലുണ്ടെന്നല്ല, നമ്മളൊരു മാജിക് വെച്ച് അല്ല, നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ ടഫായിട്ടുള്ള സാഹചര്യങ്ങളും, നമ്മുടെ ഒരു അസുഖം ആയിക്കോട്ടെ, നമ്മുടെ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളായിക്കോട്ടെ, സാമ്പത്തിക പ്രശ്നം ആയിക്കോട്ടെ, അത് ദൈവം വലിയ അനുഗ്രഹത്തിനായി മാറ്റിത്തരും. ഇതാണ് അതിന്റെ അർത്ഥം. അതായത് അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കുന്നു പറഞ്ഞാൽ, അവൻ ഒരു കാര്യം ചെയ്യാനായിട്ട് പോയി, അവിടെ ഒരു പ്രയാസം നേരിട്ടു, അവൻ ചിന്തിക്കാത്ത പോലത്തെ ഒരു സാഹചര്യം വന്നു, പക്ഷെ ദൈവം അത് നന്മയ്ക്കായിട്ട് കൊണ്ടുവന്നു. ദൈവം അവൻ അനുഗ്രഹത്തിനും അനേകർക്ക് അനുഗ്രഹത്തിനുമായിട്ട് കൊണ്ടുവന്നു. എനിക്കറിയാം, നമുക്ക് ഓരോരുത്തർക്കും അറിയാം, നമ്മുടെ ജീവിതത്തിലെ പുറകോട്ട് നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളുടെയും ഒരു ദൈവമകനോ ദൈവമകൾ നിലയ്ക്ക് ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടായിരുന്നു, ദൈവത്തിനൊരു ആലോചന ഉണ്ടായിരുന്നു. ദൈവം അതിന്റെ ഫ്രൂട്ടിലോട്ട് അതിനെ കൊണ്ടുവരുമായിരുന്നു. നമ്മളാണ് ക്ഷമയില്ലാതെ കാത്തിരുന്ന് നമുക്ക് ഇരിക്കാൻ പറ്റാഞ്ഞത്. പക്ഷെ എന്നിട്ടും ദൈവം നമ്മളെ കൈവിട്ടില്ല. അപ്പൊ അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും എന്ന് പറഞ്ഞാല്, അതായത് അവന്റെ രീതിയിൽ അവൻ ചെയ്യുന്നതെന്നല്ല, ദൈവ വഴിയിൽ നടക്കുമ്പോൾ, ഈ പറഞ്ഞ രീതിയിൽ നടക്കുമ്പോൾ, ദൈവവചനം ഡിലൈറ്റ് ആകുമ്പോൾ, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റിക്കളയുമ്പോൾ അവൻ ചെയ്യുന്ന ഒക്കെയും സാധിക്കും. എല്ലാ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളും അവൻ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് മാറും. ഞാൻ അതിന്റെ കീ വേഴ്സ് ആയിട്ട് പറഞ്ഞല്ലോ, അതിലൂടെ ഞാൻ വന്നിട്ട് നിർത്തട്ടെ. അതായത് യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു.
എനിക്ക് വളരെ ഇതിനോട് ചേർന്ന് ഞാൻ ലൂക്കോസിലെ ഒരു വാക്യം കൂടെ വായിക്കാം. ലൂക്കോസ് 12:30 എപ്പോഴും എന്നെ വളരെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് വാക്യമാണ്. ലൂക്കോസ് 12:30. അത് ലാസ്റ്റ് ലൈൻ. പിതാവ് ഇവ നിങ്ങൾക്ക് ആവശ്യം എന്ന് അറിയുന്നു. പിതാവ് അറിയുന്നു. ഇംഗ്ലീഷിൽ അത് യുവർ ഫാദർ നോസ്. നിങ്ങളുടെ പിതാവ്, യുവർ ഫാദർ, നിങ്ങളുടെ പിതാവ് അറിയുന്നു. ഇപ്പുറത്തെ 1-ാം സങ്കീർത്തനത്തിൽ വായിച്ചത് യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു. ദൈവം നീതിമാന്മാരെ നമ്മുടെ ജീവിതത്തിന് വേണ്ടി ദൈവം ഒരു വഴി ചോക്ക് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പ്ലാൻ ഉണ്ട് കർത്താവ്. നമുക്ക് തന്നെ ആലോചിക്കാമല്ലോ അല്ലെ? നമ്മൾ ജനിച്ച സമയം തൊട്ട് ഇന്ന് വരെ ഇനിയും നമ്മൾ എത്ര നാൾ ജീവിക്കുന്ന ഒരു വഴിയുണ്ട്. ആ വഴി കർത്താവിന് അറിയുന്നു. കർത്താവ് അതിന് മുമ്പേ പോയി ആ വഴിയിൽ വേണ്ടിയ സഹായം, വേണ്ടിയ പ്രൊട്ടക്ഷൻ, വേണ്ടിയ ഗൈഡൻസ്, വേണ്ടിയ കൗൺസിൽ, വേണ്ടിയ എല്ലാം തരാനായിട്ട് ദൈവം നോക്കി വെച്ചിട്ടുണ്ട്. കർത്താവിന് അറിയാം ആ വഴി. നമുക്കറിയത്തില്ല. ഇന്ന് ഉച്ചയ്ക്ക് നടക്കുന്ന എന്തോ ഇന്ന് രാവിലെ നടക്കുന്ന എന്തോ നമുക്കറിയത്തില്ല. നമുക്കൊരു ആക്സിഡന്റ് പറ്റുമോ എന്ന് അറിയത്തില്ല. നമുക്കൊരു അസുഖം വരുമോ എന്ന് നമുക്കറിയത്തില്ല. നമ്മൾ തോക്കുമോ എന്ന് അറിയത്തില്ല. നമ്മൾ ജയിക്കുമോ? പക്ഷെ കർത്താവിന് ഇതെല്ലാം അറിയാം. അത് മതി നമുക്ക്. എന്റെ പിതാവ്, ലൂക്കോസിൽ പറഞ്ഞിരിക്കുന്ന 12:30 എന്റെ പിതാവോ അറിയുന്നു. മൈ ഫാദർ നോസ്. ഇവിടെയും യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു. ഇതിന്റെ ഹീബ്രു വേർഡിൽ ഈ അറിയുന്നു എന്നുള്ള വേർഡില് കണ്ടിന്യൂസ് ആയിട്ട്, കോൺസ്റ്റന്റ് ആയിട്ട് അറിയുന്നു. അതായത് തുടർച്ചയായിട്ട് അറിയുന്നു. കർത്താവ് ഒരു പ്ലാൻ അവിടെ എഴുതി വെച്ചിട്ട് പിന്നെ ഇപ്പുറത്തെ വേറൊരാളുടെ പ്ലാൻ നോക്കുമല്ല കർത്താവ്, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ സഹോദരിയുടെ പ്ലാൻ നോക്കുമല്ല കർത്താവ്. ഇങ്ങനെ അതാണ് കർത്താവ്. അതായത് നമ്മുടെ വിശ്വസിക്കുന്ന ഓരോരുത്തരുടെയും വഴിയിലെ ആ പ്ലാൻ കർത്താവ് നോക്കി. ഓക്കെ, എന്റെ മകള് തന്നെ ഈ പ്രയാസത്തിൽ കൂടി പോകാൻ പോകും, അതെനിക്ക് അറിയാം. ഞാൻ അറിയുന്നു. അതിൽ കൂടി അവിടെ പോകുമ്പോൾ ഞാൻ ഏഞ്ചൽസിനെ വെച്ചിട്ടുണ്ട് പ്രൊട്ടക്ട് ചെയ്യാൻ. കഴിഞ്ഞ ദിവസം കൂടെ ഞാൻ ചിന്തിക്കുമായിരുന്നു, എനിക്ക് വലിയൊരു വീഴ്ചയുണ്ടായ സമയത്ത് എനിക്ക് ഈസി ആയിട്ട് എന്റെ തലമുറ ഇടിക്കായിരുന്നു, അല്ലെങ്കിൽ പല കാര്യങ്ങൾ ഓടിയായിരുന്നു. അങ്ങനെയൊക്കെ വരാവുന്ന സമയത്തിൽ കർത്താവിന് അത് അറിയായിരുന്നു നേരത്തെ. കർത്താവ് എനിക്ക് പ്രൊട്ടക്ഷന് വേണ്ടി ഏഞ്ചൽസിനെ വെച്ചു. കർത്താവിനെ കാത്തു. കർത്താവ് ഒരു പ്രയാസവും കൂടാതെ എന്നെ കാത്തു സൂക്ഷിച്ചു. കർത്താവിന് എന്നെ കൊണ്ട് ആവശ്യമുണ്ട്. കർത്താവിന് കോൺസ്റ്റന്റ് ആയിട്ട് അറിയാം. അതായത് നമ്മൾ ഒരിക്കലും ഡൗട്ട് ചെയ്യരുത്. യഹോവ എന്റെ വഴി കർത്താവിന് അറിയാമോ എന്ന് നമ്മൾ ഒരിക്കലും ഡൗട്ട് ചെയ്യരുത്. കർത്താവ് അത് അറിയാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഒരു പ്രാവശ്യം കൂടി വചനം വായിക്കുവാനും ധൈര്യപ്പെടുത്തുവാനും നമുക്ക് കാണാപ്പാടമായിട്ടിരുന്ന ഈ വാക്യങ്ങള് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നടത്തട്ടെ. നമ്മുടെ തന്നെ സ്വന്തമായിട്ടുള്ള ദുഷ്ടാലോചന പ്രകാരം നമ്മൾ നടക്കാതിരിക്കട്ടെ. നമ്മള് പരിഹാസികൾ, നമ്മള് മറ്റുള്ളവരെ ക്രിട്ടിസൈസ് ചെയ്യാതിരിക്കട്ടെ. നമ്മുടെ വായിന്ന് ബ്ലെസ്സിങ് മാത്രം വരട്ടെ. നമുക്ക് ഒരു പതിര് പോലെയല്ല, ഒരു വൃക്ഷം പോലെ ആറ്റരിത് നട്ടിരിക്കുന്ന ഓട്ടോമാറ്റിക്കായിട്ട് ഫലം വരും. നമ്മൾ ഫലം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ വരാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ എന്ത് ചെയ്താലും എന്ത് കാര്യത്തിന് പോയാലും അവിടെ ചിലപ്പോൾ അപ്പാരന്റ് ആയിട്ട് ഒരു ഫെയിലിയർ ആയിരിക്കും ഉണ്ടാവുന്നത്. പക്ഷെ അത് ദൈവം നന്മയ്ക്കായിട്ട് നമുക്കും ദൈവമക്കൾക്ക് മറ്റുള്ള ദൈവമക്കൾക്ക് അനുഗ്രഹമായിട്ട് ദൈവം മാറ്റാൻ പോവാം. നമ്മൾ ചെയ്യുന്നതൊക്കെയും സാധിക്കും. എത്ര വലിയൊരു പ്രോമിസ് അത്. ഫൈനലി പറയുന്നത് യഹോവ നമ്മുടെ വഴി അറിയുന്നു. നമ്മുടെ വഴി കർത്താവിന് അറിയാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിച്ച വചനാവസാനം. ഹല്ലേലൂയ, സ്തോത്രം കർത്താവെ. നന്ദിയോടെ സ്തുതിക്കുന്ന ഒരു പ്രഭാതക്കാലം നീ ഞങ്ങൾക്കായി തന്നതിനായി നന്ദി പറയുന്ന കർത്താവെ. ഇന്ന് ഞങ്ങളോട് നീ സംസാരിക്കുകയായിരുന്നല്ലോ കർത്താവെ. നീ ഞങ്ങളെ എത്രമാത്രം അറിയുന്ന ദൈവമാണ്. ആ ഒരു വചനം മാത്രം മതി കർത്താവെ. ഞങ്ങളുടെ ജീവിതം കർത്താവെ നിന്റെ മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവെ. മറ്റാരും ഞങ്ങളെ അറിഞ്ഞില്ലെങ്കിലും എൻ്റെ കർത്താവ് എന്നെ അറിയുന്നുള്ള ബോധ്യത്തോടെ ഓരോ നിമിഷം ജീവിക്കുവാൻ, ഞങ്ങളുടെ ജീവിതത്തിലെ പരാജയങ്ങളോ എന്ത് തന്നെ ഞങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നുപോയാലും, കൊടുങ്കാറ്റടിച്ചാലും പേമാരി വന്നാലും കർത്താവെ നീ അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ള ആ വലിയ സത്യം അത് കേട്ട് മാത്രമല്ല കർത്താവെ, അത് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഉടനീളം ഓരോ ദിവസവും അത് അനുഭവിച്ചറിയുവാൻ, അങ്ങനെ ആ വിശ്വാസത്തിൽ മുന്നോട്ട് സ്റ്റെപ്പ് എടുത്ത് വെക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം കർത്താവെ. അത് ഞങ്ങൾക്കായി തന്ന ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ഈ വചനം തന്ന എൻ്റെ ദാസിയെ അനുഗ്രഹിക്കണം കർത്താവെ. അനേകർക്ക് അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇത് കേട്ട ഓരോരുത്തരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ ഒത്തിരി കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിലും ഞങ്ങളെ നടത്തുന്ന ആ പിതാവിന്റെ സ്നേഹം
രുചിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെയും നീ സഹായിക്കണം കർത്താവെ. നിന്റെ നാമം മഹത്വം എടുക്കണം കർത്താവെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. അമേൻ. പ്രൈസ് ദി ലോർഡ്.